നമസ്കാരം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള ചലച്ചിത്ര രംഗത്ത് തന്റേതായ സ്ഥാനം കണ്ടെത്തിയ ചലച്ചിത്ര താരമാണ് സണ്ണി വെയിൻ. ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിൽ കുരുടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിച്ച താരത്തിന് ഇപ്പോൾ കൈനിറയെ ചിത്രങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. മലയാളത്തിലെ യുവതാരങ്ങൾ പൊതുവെ തങ്ങളുടെ പങ്കാളികളോടൊത്ത് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത് വിരളമാണ്. ചിലർ തങ്ങളുടെ പങ്കാളിക്കൊപ്പം എത്താറുണ്ട്. എന്നാൽ അങ്ങനെ പ്രത്യക്ഷപ്പെടാത്തവരാണ് നടൻ സണ്ണി വെയിനും ഭാര്യയും നർത്തകിയുമായ രഞ്ജിനിയും. പൊതുവേദികളിൽ എന്ന് മാത്രമല്ല, ഇരുവരുടെയും സോഷ്യൽ മീഡിയയിൽ പോലും രണ്ടുപേരും ഒന്നിച്ചുള്ള ഫോട്ടോകൾ പോലും വളരെ കുറവാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവരാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. ഇരുവരും വേർപിരിഞ്ഞു എന്ന സംശയമാണ് പലരും പറയുന്നത്. വാർത്തകൾ വളച്ചൊടിച്ചും അല്ലാതെയും പ്രചരിക്കാൻ തുടങ്ങിയതോടെ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രഞ്ജിനി. എന്തുകൊണ്ടാണ് തങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എത്താത്തതെന്നാണ് രഞ്ജിനി പറയുന്നത്. സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് രഞ്ജി കുഞ്ചു എന്ന രഞ്ജിന തോമസ്. തന്റെ ഡാൻസ് വീഡിയോകളിലൂടെ രഞ്ജിനി സോഷ്യൽ മീഡിയയിൽ ഓളം തീർക്കാറുണ്ട്. സ്വന്തമായി ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയും ചെയ്യുന്ന രഞ്ജിനി ഡാൻസിംഗ് സ്റ്റാർട്ട് എന്ന റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥിയുമായിരുന്നു. നടൻ സണ്ണി വെയിന്റെ ഭാര്യയുമാണ് രഞ്ജിനി. എന്നാൽ രഞ്ജിനിയുടെയും സണ്ണി വെയിന്റെയോ സോഷ്യൽ മീഡിയ പേജുകളിലൊന്നും ഒരുമിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒന്നും കാണാറില്ല. വളരെ അപൂർവമായി മാത്രമേ ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെക്കാറുള്ളായിരുന്നു. അതിന് പിന്നിലെ തങ്ങളുടെ ഒരു തീരുമാനമാണെന്നാണ് രഞ്ജിനി പറയുന്നത്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രഞ്ജിനി അക്കാര്യം തുറന്നു പറഞ്ഞത്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഭർത്താവ് സണ്ണി വെയിന്റെ പിന്തുണ. അദ്ദേഹം എന്റെ പ്രൊഫഷണൽ കാര്യങ്ങളിൽ ഇടപെടില്ല. എന്റേതായൊരു ഇടം തന്നു എന്നത് തന്നെയാണെന്നാണ് രഞ്ജിനി പറയുന്നത്. കല്യാണം കഴിഞ്ഞ സമയത്ത് നടൻ സണ്ണി വെയിന്റെ ഭാര്യ എന്ന ലേബൽ മുന്നോട്ട് പോകും തോറും ഒരു ഭാരമായോ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ആയ സിനിമയും എന്റെ പ്രൊഫഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്നുമാണ് രഞ്ജിനി പറയുന്നത്. താൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയപ്പോഴും മുന്നോട്ട് പോകുമ്പോഴും മറ്റേതൊരു സ്ത്രീയെയും പോലെ തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നും രഞ്ജിനി പറയുന്നു. പക്ഷെ പലപ്പോഴും ആ ശ്രമങ്ങൾക്ക് ഈ ലേബൽ കൊണ്ട് അഭിനന്ദനങ്ങൾ ലഭിക്കാറില്ലെന്നും രഞ്ജിനി ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങൾ നടന്റെ ഭാര്യയല്ലേ, നിങ്ങൾക്ക് എന്തും ചെയ്യാലോ എന്ന മട്ടിലായിരുന്നു എല്ലാവരും കണ്ടിരുന്നതെന്നാണ് രഞ്ജിനി പറയുന്നത്. അതോടെ താനും ഭർത്താവും ഒരുമിച്ചൊരു തീരുമാനമെടുത്തു. സോഷ്യൽ മീഡിയയിൽ വ്യക്തിബന്ധങ്ങളെ ഒന്നും പബ്ലിഷ് ചെയ്യേണ്ട എന്നായിരുന്നു ആ തീരുമാനം. തനിക്ക് തന്റേതായ ഐഡന്റിറ്റി വേണം. ഈ തീരുമാനത്തോട് മറ്റൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ സമ്മതിച്ചപ്പോഴാണ് ഭർത്താവ് എന്ന നിലയിൽ തനിക്ക് അദ്ദേഹത്തോട് ഏറെ ബഹുമാനം തോന്നിയതെന്നും രഞ്ജിനി പറയുന്നു. ഒരു റിയാലിറ്റി ഷോയിലോ സ്റ്റേജിലോ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ലേബൽ താൻ ആയുധമാക്കിയിട്ടില്ലെന്നും രഞ്ജിനി പറയുന്നു. അതേസമയം പലപ്പോഴും തങ്ങൾ ഒന്നിച്ചുള്ള ഫോട്ടോകളോ പോസ്റ്റുകളോ കാണാതെയായപ്പോൾ പലരും ഞങ്ങൾ വേർപിരിഞ്ഞു, ഞാൻ അദ്ദേഹത്തെ തേച്ചു എന്നിങ്ങനെ എല്ലാം പ്രചരിച്ചിട്ടുണ്ടെന്നും രഞ്ജിനി പറയുന്നു. പക്ഷെ തങ്ങളുടെ തീരുമാനം കൊണ്ട് തങ്ങളുടെ ബന്ധം കൂടുതൽ ബലപ്പെടുകയാണ് ചെയ്തതെന്നാണ് രഞ്ജിനി ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. ഓരോ സ്ത്രീയും അവരുടേതായ ഐഡന്റിറ്റി വേണമെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും രഞ്ജിനി പറയുന്നു. ഒരാളുടെ ഭാര്യ, ഒരാളുടെ മകൾ എന്നീ ടൈറ്റിലുകൾക്ക് അപ്പുറം ഓരോ സ്ത്രീക്കും അവരുടേതായ ലേബൽ വേണമെന്നും രഞ്ജിനി പറയുന്നുണ്ട്.